ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജാസ്മിൻസ് വീടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ലോഡ് ചെടികളാണ് കോംബോ ഓഫറിൽ വന്നിട്ടുള്ളത്. 90 രൂപ തൊട്ടുള്ള കോംബോ ഓഫറാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. കോംബോയും ഉണ്ട്, സെപ്പറേറ്റും ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ചെടികൾ വാങ്ങാം. പിന്നെ ജമന്തികൾക്കൊക്കെ 25 രൂപയേ ഉള്ളൂ. അതും നമ്മൾ കോംബോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് കാണുമോ. പിന്നെ ഒരു കാര്യമുണ്ട്, നമുക്കിതിൽ കോളുകളില്ല. അത് പ്രത്യേകം നമ്മൾ പറയുവാണ്. നമുക്ക് കോളുകളും വാട്സപ്പും എല്ലാം കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് പരമാവധി കോളുകൾ എടുക്കാറില്ല. ഇപ്പം നമ്മൾ വാട്സപ്പ് മെസ്സേജ് വഴി മാത്രമാണ് ഓർഡർ എടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ചെടിയാണോ വേണ്ടത് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി. ഇനി നമുക്ക് കുറച്ച് പേർക്ക് ചെടികൾ അയക്കാനുണ്ട്. ബോഗൻവില്ല അല്ലാതെ കുറച്ച് ചെടികൾ. ഇനി പെരുന്നാളായത് കാരണം ഇനി പെരുന്നാളൊക്കെ കഴിഞ്ഞ് തിങ്കളാഴ്ച തൊട്ടേ ചെടികൾ കൊറിയറിൽ എടുക്കത്തുള്ളൂ. ചെടികൾ അയച്ചവരുടെ എല്ലാം ലിസ്റ്റ് അവരവരുടെ വാട്സപ്പിൽ നമ്മൾ അപ്ഡേഷൻ കൊടുത്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് നിങ്ങൾ കളക്ട് ചെയ്ത് വാങ്ങണം. നമ്മൾ ട്രാക്കിംഗ് നമ്പർ ഉൾപ്പെടെ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. നമ്മുടെ ആദ്യത്തെ കോംബോ എന്ന് പറയുന്നത് ബേബി സൺറോസ് എന്ന് പറയുന്ന ഹാങ്ങിങ് ആയിട്ടും ഗ്രൗണ്ടിലും വളർത്താം. ഗ്രൗണ്ടിലൊക്കെ വളർത്തുമ്പോൾ അധികം വെയിൽ വേണ്ട. വെരിഗേറ്റഡ് ലീഫിൻ്റെയും അതുപോലെ നോർമൽ ലീഫിൻ്റെയും ഉണ്ട് 2 പ്ലാന്റുകൾ. ഇത് നമ്മൾ 90 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. 2 പ്ലാന്റിൻ്റെയും കൂടെ റേറ്റാണ് 90 രൂപ കേട്ടോ. അപ്പം ഇത് നോർമൽ ലീഫ് വരുന്നത്, ഇത് വെരിഗേറ്റഡ്. ഇത് രണ്ടിലും ഫ്ലവർ ഉണ്ട്. ഇത് രണ്ടും രണ്ട് വെറൈറ്റി ലീഫാണ്. ഇത് നമ്മുടെ 10 മണി നടുന്നത് പോലെ അധികം വെയിലില്ലാത്ത സ്ഥലത്ത് നടാനും ഏറ്റവും നല്ലതാണ്. അപ്പം വീഡിയോ എല്ലാവരും ഫുള്ള് കാണുക. അതിനുശേഷം ഓർഡർ ചെയ്യുക. നമ്മൾ ചെടികൾ അയക്കുന്നത് DTDC വഴി കൊറിയറും സ്പീഡ് പോസ്റ്റുമാണ്. സ്പീഡ് പോസ്റ്റിന് ഇച്ചിരി ചാർജ് കൂടുതലാണ്. ഹോയാടെയാണ്. ഇത് ഡ്രാഗൺ ഹോയാണ്. ഇതിൻ്റെ 5 കളറാണ് നമുക്ക് സെയിലിനുള്ളത്. ഇതാണ് 5 കളർ. ഇത് ക്രീപ്പർ പ്ലാന്റ് ആണ്. ഇത് ഹാങ്ങിങ് പോട്ടിൽ ഹാങ്ങിങ് ആയിട്ട് നമുക്ക് ചെയ്തിടാം. ജിഫിയിലെ ഇതേപോലത്തെ പല പ്ലാന്റിനും പല വലിപ്പമാണുള്ളത്. അതുപോലെ തന്നെ ലീഫിലും വ്യത്യാസങ്ങളുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും പ്ലാന്റിൻ്റെ വലിപ്പക്കുറവ് കാരണം ഇത് ഇങ്ങനെയാണ്. ചിലത് മിനിയേച്ചർ ടൈപ്പിലാണ്. ഇത് ചെറുതിലേ പൂക്കുന്നതാണ്. എല്ലാത്തിലും ഫ്ലവറുകളില്ല. പോത്തതിൻ്റെ ഫ്ലവർ മാത്രമാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 5 കളറിൻ്റെ കോംബോയ്ക്ക് 330 രൂപയാണ്. വലിയ പ്ലാന്റും ചെറിയ പ്ലാന്റും കൂടാണ്. ചെറിയ പ്ലാന്റ് മിനിയേച്ചർ ടൈപ്പിലാണ് വരുന്നത്. ഇത് പ്പിക്കുന്ന ഒരു ചെടിയല്ല, ഹാങ്ങിങ് പോട്ടിൽ നമ്മൾ ആ വള്ളിയിൽ ചുറ്റിയിട്ട് വളർത്തുന്നതാണ്. ഇനി അടുത്തത് നമുക്ക് ജമന്തിയുടെ കോംബോ ആണ്. ഒരുപാട് പേരാണ് ചോദിച്ചു വരുന്നത്. നമുക്ക് നാടൻ ജമന്തിയാണ്. ഓരോ ഷൂട്ടുള്ള തൈകളാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത്രയും കളറുകൾ കാണിക്കുന്നതിൽ നമ്മൾ ഏതെങ്കിലും 4 കളറാണ് ഒരു കോംബോയിൽ ആഡ് ചെയ്യുന്നത്. 4 കളറ് 100 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്ന പ്ലാന്റിൽ പൂക്കളും മൊട്ടുകളും ഒക്കെ ഉണ്ടാവും. കിട്ടിയവർക്കെല്ലാം അറിയാം. അപ്പം 4 എണ്ണം ഒരു കോംബോയിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ പ്ലാന്റ് സൈസ് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ് എന്ന് പറയുന്നത്. ഒരു ഷൂട്ടുള്ള ഒരു തൈ ആയിരിക്കും. പിന്നെ ഇതുപോലെയാണ് നമ്മൾ പാക്ക് ചെയ്ത് അയക്കുന്നത്. ഇത് കൂടാതെ നമുക്ക് 3 വെറൈറ്റി ജമന്തി ഉണ്ട്. ടൈഗർ ജമന്തി 2 കളറും ഒരു ഡാലിയ ജമന്തിയും. ഇതാണ് ഡാലിയ ജമന്തി. ടൈഗർ ജമന്തി എന്ന് പറയുന്നത് ഈ യെല്ലോയിൽ മെറൂൺ വരുന്നതും ഈ പിങ്കിൽ ഇത് വരുന്നതും. ഇതൊരു പ്ലാന്റിന് 25 രൂപയാണ്. എക്സ്ട്രാ നിങ്ങൾക്ക് അതും വാങ്ങാവുന്നതാണ്. ഈ 3 ജമന്തി നമ്മൾ കോംബോയിൽ ആഡ് ചെയ്തിട്ടില്ല, എക്സ്ട്രാ വാങ്ങാം. നമ്മൾ ജമന്തികൾ ഇതുപോലെയാണ് പാക്ക് ചെയ്ത് അയക്കുന്നത്. ഇനി നമുക്ക് ഈ ലെജസ്റ്റോമിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. ഈ 2 കളർ നമുക്കുണ്ട്. ഈ റെഡും ഉണ്ട്, അതുപോലെ പിങ്കും ഉണ്ട്. പിങ്കിൻ്റെ ലീഫ് ഗ്രീനും അതുപോലെ റെഡിൻ്റെ ലീഫ് ബ്ലാക്കിലുമാണ് വരുന്നത്. ഈ 2 എണ്ണം നമ്മൾ കോംബോയിൽ 190 രൂപയ്ക്കാണ് ഇട്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ് എന്ന് പറയുന്നത്. പല പ്ലാന്റിനും പല വലിപ്പ വ്യത്യാസങ്ങളുണ്ട്. ഇനി നമുക്ക് റോസ്, ക്രീപ്പർ റോസിൻ്റെ വെറൈറ്റി റോസാണ് കേട്ടോ. വലിയ ഫ്ലവർ ഉണ്ടാവുന്ന റോസാണ്. റെഡ്, വൈറ്റ്, പിങ്ക്, ഇതാണ് നമ്മുടെ കളറുകൾ. ഇത് 3 എണ്ണം നമ്മൾ കോംബോയിൽ 375 രൂപയും എക്സ്ട്രാ കൊറിയർ ചാർജും ആവും. കണ്ടോ, ഇതൊരു വെറൈറ്റി റോസാണ്. വലിയ ഫ്ലവർ ഉണ്ടാവുന്ന റോസാണ് നമ്മുടെ ഈ ക്രീപ്പർ റോസ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇതുപോലെയാണ് നമ്മൾ പല പ്ലാന്റുകളും പാക്ക് ചെയ്ത് അയക്കുന്നത്. അടുത്ത നമുക്ക് ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ 5 കളറ് ഒരു കോംബോയിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ യെല്ലോ, ഈ കളർ ഇതിൽ കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ലീഫ് കണ്ടോ, ഒരു കേളിയാണ്. അപ്പോൾ കേളിയിൽ വരുന്ന കളറുകളും ഇതിൻ്റെ ലീഫിലുമൊക്കെ വ്യത്യാസമുണ്ട്.
ഈ ലിപ്സ്റ്റിക്ക് പ്ലാന്റ് ചെറുതിലേ പൂക്കം കണ്ടോ? ഇത് ഓറഞ്ച് ലിപ്സ്റ്റിക്കാണ്. അതിൻ്റെ ലീഫിനും വ്യത്യാസമുണ്ടോ? പൂത്ത് കഴിയുമ്പോൾ ഇങ്ങനെ നിറഞ്ഞു പൂത്ത് വരും. അപ്പം ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് റെഡ്, ഓറഞ്ച്, ലീഫ് വ്യത്യാസം കണ്ടോ? പിങ്ക്, വൈറ്റ്, അങ്ങനെ ഡ്രാഗൺ ലിപ്സ്റ്റിക്ക് എല്ലാ കളറും കൂടെ ചേർത്ത് 5 കളറും നമ്മൾ 290 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ ലിപ്സ്റ്റിക് പ്ലാന്റിനായിട്ട് പല കളറിന് പല ലീഫ് വ്യത്യാസമുണ്ട്. നമ്മൾ ലിപ്സ്റ്റിക് പ്ലാന്റ് കണ്ടാൽ പല ലീഫ് അറിയാൻ കൊടുക്കുന്നത്. ഹാങ്ങിങ് ആയിട്ട് ഇതുപോലെ വളർത്താൻ പറ്റിയ പ്ലാന്റ് ആണ് ഈ ലിപ്സ്റ്റിക് പ്ലാന്റ്. ഈ ലിപ്സ്റ്റിക് പ്ലാന്റും അടുത്ത നമുക്ക് ക്രിസ്മസ് കാറ്റസിൻ്റെ 5 കളർ ഒരു കോംബോ ആണ്. ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും വളർത്താം, ഗ്രൗണ്ട് പോട്ടിലും സെറ്റ് ചെയ്ത് വളർത്താം. റെഡ്, വൈറ്റ്, പിങ്ക് ഇതൊക്കെ കളറുകളാണ്. പിന്നെ ഇത് നമ്മുടെ മദർ പ്ലാന്റ് ആണ്. മദർ പ്ലാന്റിലാണ് നമ്മുടെ ഈ പൂത്ത് നിൽക്കുന്നത്. ഇപ്പം നമ്മൾ വീഡിയോ കാണിക്കുന്നത്. ഇതിന് കൊടുക്കുന്ന പ്ലാന്റ് സൈസും നമ്മൾ കാണിക്കാം. അപ്പം ഇതിൻ്റെ തണ്ടുകൾ ഒടിച്ചാണ് നമ്മൾ നടുന്നത്. ഇത് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയൊക്കെ നട്ട് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ്. ഇത് നമ്മൾ 5 കളർ ഒരു കോംബോയിലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം കോംബോയുടെ പ്രൈസ് എന്ന് പറയുന്നത് 200 രൂപയാണ് ഈ 5 കളറിൻ്റെ കോംബോ. ഈ വീഡിയോയിൽ കളറുകളെല്ലാം കാണിച്ചിട്ടുണ്ട്. പ്ലാന്റ് സൈസ് കണ്ടോ? ഈ വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണ്. പല പ്ലാന്റിനും പല വലിപ്പമുണ്ട്. ഇതൊരു കാറ്റസ് വർഗത്തിലെയാണ്. അപ്പോൾ എന്നും ഇതിന് വാട്ടറിങ് ഒന്നും വേണ്ട. കണ്ടോ? 5 കളർ ഇതുപോലെ നമ്മളൊരു കോംബോയിലാണ് കൊടുക്കുന്നത്. അടുത്തത് നമുക്കൊരു ഫിഷ് ബോൺസ് എന്ന് പറയുന്ന ഒരു ചെടിയാണ്. ഇതും ഒരു കാറ്റസ് വർഗത്തിലെയാണ്. ഇതുപോലെയാണ് ഇതിൽ ഫ്ലവറുകൾ ഉണ്ടാവുന്നത്. നമ്മുടെ ലീഫുകളെല്ലാം ഇതുപോലെ ഇരിക്കും. ഞാൻ പ്ലാന്റ് സൈസ് കാണിക്കാം. ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലും വളർത്തുന്ന ചെടിയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ് എന്ന് പറയുന്നത്. ഇതിന് 80 രൂപയാണ്. അപ്പം ഇതിൽ നല്ല ഫ്ലവറുകൾ ഉണ്ടാവും. ഇതുപോലത്തെ ഫ്ലവറുകളാണ് നമ്മുടെ ഇതിൽ ഉണ്ടാവുന്നത്. ഇത് നമ്മുടെ നിശാഗന്ധി പോലെ രാത്രിയാണ് ഇതിൻ്റെ ഫ്ലവറുകൾ വിരിഞ്ഞിട്ട് രാവിലെ നമുക്ക് കാണാം. ഇതുപോലെയാണ് പൂത്ത് നിൽക്കുന്നത്. അതുപോലെ നമുക്ക് രാത്രി വിരിയുന്ന നിശാഗന്ധിയും ഉണ്ട്. ഇതൊക്കെ ഹൈബ്രിഡ് വെറൈറ്റി ആണ് കേട്ടോ. അപ്പം ഇത് നമുക്ക് 60 രൂപയാണ്. പ്ലാന്റ് സൈസ് കാണിക്കാം. ഇതുപോലെയാണ് പൂക്കൾ. ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ട് സെറ്റ് ചെയ്യാം, ഗ്രൗണ്ടിലും സെറ്റ് ചെയ്യാം കേട്ടോ. ഇതാണ് പ്ലാന്റ് സൈസ്. ഇനി നമുക്ക് അടുത്തത് ഹാങ്ങിങ് ആയിട്ട് വളർത്താൻ പറ്റുന്ന ക്യാറ്റെയിലിൻ്റെ തൈകളാണ്. അപ്പം നേരത്തെ നമ്മൾ മണ്ണിലെയായിരുന്നു നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരുന്നത്. അതെല്ലാം തീർന്നുപോയി. ഇപ്പം വേണ്ട നമുക്ക് ജിഫിയിലെ തൈകൾ, പിന്നെ ഇതുപോലെയുള്ള തൈകൾ വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല പ്ലാന്റുകൾ ഒരുപാട് വരും. അപ്പൊ ഈ വലിപ്പത്തിലുള്ള പ്ലാന്റിന് നല്ല 50 രൂപയാണ് പൂക്കളുണ്ടാവും. ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ്. ഇതിന് 100 രൂപയാണ്. ഒത്തിരി പേര് ഇത് നമ്മളോട് നേരത്തെ ചോദിച്ചിട്ടുണ്ട്. ഇപ്പം പുതിയ ലോഡാണ്. ഇനി അടുക്കുമുല്ല വേണ്ടവർക്ക് അടുക്കുമുല്ലയുണ്ട്. അതും നമുക്ക് ഇതുപോലെ കുറ്റിയായിട്ട് നിന്ന് പൂക്കുന്ന അടുക്കുമുല്ലയാണ്. ഇതുപോലത്തെ ഒരു 3-4 ഇതളുകൾ അടുക്കായിട്ട് വരുന്നതാണ് കേട്ടോ. ഇതിന് നമുക്ക് 80 രൂപയാണ് റേറ്റ് വരുന്നത്. പ്ലാന്റ് സൈസ് താണ്ട് ഇതാണ്. അത്യാവശ്യം നല്ല വലിയ പ്ലാന്റാണ് കേട്ടോ. കമ്പ് കുത്തി നമുക്കിത് കട്ട് ചെയ്തെടുത്ത് പിടിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് നിക്കോഡിയ പ്ലാന്റ് ആണ് അടുത്തത്. ഇത് നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം കട്ട് ചെയ്ത് ബുഷിയാക്കിയും ഹൈറ്റിലും ഒക്കെ വളർത്താൻ പറ്റുന്നതാണ്. ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ്. ഇതിൻ്റെ ലീഫ് തൊട്ടാൽ നമുക്കൊരു വെൽവെറ്റ് പോലെയാണ് വരുന്നത്. അപ്പോൾ ഈ വലിപ്പത്തിലുള്ള പ്ലാന്റുകൾ നമുക്ക് സെയിലുണ്ട്. ഇതിന് നമുക്ക് 120 രൂപയാണ് നമ്മുടെ പ്ലാന്റ് സൈസ്. ഇതാണ് ഇലകൾ ഒരു വെൽവെറ്റ് രീതിയാണ് നമ്മൾ തൊട്ട് നോക്കുമ്പോൾ. നിറഞ്ഞിലയില്ലാതെ പൂക്കും. അടിപൊളി ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഗോൾഡൻ ലൈസീമിയ. ഇതിൻ്റെ ഫ്ലവർ തന്നെയാണ് ഏറ്റവും ഭംഗി എന്ന് പറയുന്നത്. ഇത് ചെറുതിലേ പൂക്കും. ഇപ്പം നമ്മൾ സെയിൽ ചെയ്തത് എല്ലാവർക്കും പൂത്തു തുടങ്ങിയിട്ടുണ്ട്. ചട്ടി നിറയെ തിങ്ങി വരും. നല്ല ഭംഗിയാണ് നമ്മൾ ഷെയ്ഡിൽ തൂക്കിയിട്ട് വളർത്താൻ. ഇതാണ് നമ്മുടെ ജിഫിയിലെ പ്ലാന്റ് സൈസ്. ഇതിന് 60 രൂപയാണ്. അപ്പോൾ നമുക്ക് ഒത്തിരി ചെടികൾ നമ്മളിതിൻ്റെ സെയിൽ ചെയ്യുന്നുണ്ട്.
ഇത് ഹാങ്ങിങ് ആയിട്ട് മാത്രമേ നമുക്ക് ചെയ്തിടാൻ പറ്റൂ. അടുത്തത് നമുക്ക് ഒരു പേള് വരുന്ന ഒരു ചെടിയാണ്. പൂക്കൾക്ക് പകരം ഇതിൻ്റെ 2 സൈഡിലും പേളുകളാണ് വരുന്നത്. ഈ ചെടിയുടെ പേര് സ്യൂഡോ റിസാലി പ്ലാന്റ് ആണ്. 6 മാസത്തോളം അതിന്റെ ഫ്ലവറുകൾ വളർത്തുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിൽ ഏതെങ്കിലും പ്ലാന്റ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ 80 രൂപയാണ്. ഇതാണ് പ്ലാന്റ് സൈസ്. ഇതിനകത്ത് പേളുകൾ ഉണ്ടായി കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്നൊന്നും കൊഴിഞ്ഞു പോവില്ല. 6